ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നാം ക്രിസ്തുവിൽ വളരണം എന്നുള്ളതാണ്. 2 പത്രോസ് 3:18 ഇപ്രകാരം പറയുന്നു, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും വളരുവിൻ. അതെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വളരുക എന്നുള്ളതാണ്. നാം ഒരിക്കലും തളർന്നു പോകരുത്, നാം വളരണം. നമ്മുടെ ദൈവം തളർത്തുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം വളർത്തുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ്റെ പുസ്തകം 92-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അതെ, നീതിമാനാണോ നിങ്ങളെ ദൈവം വളർത്തും. നീതിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ നിശ്ചയമായും വളരും, ഒരിക്കലും തളർന്ന് പോകത്തില്ല. 1-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ തക്ക കാലത്ത് ഫലം കായ്ച്ചിരിക്കും. ഇൻ ഡ്യൂ സീസൺ, തക്ക കാലം. അതെ, അതിൻ്റെയൊക്കെ കാലത്ത് തന്നെ ഫലം കായ്ച്ചിരിക്കും. നിങ്ങൾ നദീതീരത്ത്, പരിശുദ്ധാത്മാവിൻ്റെ നദീതീരത്ത് തന്നെ നിങ്ങൾ വേരൂന്നി വസിക്കുന്നവർ ആയിരിക്കണം. യെഹെസ്കേലിൻ്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയും ഇല്ല. അതെ, ഈ ആറ്റരികത്താണോ, നദിയുടെ തീരത്താണോ നാം വസിക്കുന്നത്, നാം നിശ്ചയമായും വളരുക തന്നെ ചെയ്യും. നദീതീരത്ത് നാം വസിക്കാൻ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമായിട്ട് കൂട്ടായ്മയായിട്ട് നടക്കുവാൻ നാം എപ്പോഴും ശ്രമിക്കണം. നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണം. എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം പറയും, നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് നമുക്ക് മുദ്രയിട്ടിരിക്കുന്നത്. നാം വളരണമെങ്കിൽ, നമ്മെ ദൈവം വളർത്തണമെങ്കിൽ നിശ്ചയമായും നാം പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുന്നവർ ആയി തീരണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വളർന്നത് എങ്ങനെയെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ നാം എപ്പോഴും പ്രാർത്ഥിക്കണം, അവർ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. അവർ പുറത്തു പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ, നാളെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ, കുടുംബമായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴൊക്കെയും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം ധാരാളമായി ഉണ്ടായിരിക്കണം. അവർ തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല, ദൈവം അവരെ വളർത്താൻ ഇടയായിത്തീരും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നുണ്ട്, വയലിലെ ഒരു താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ, അവ അധ്വാനിക്കുന്നില്ല, അവ നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതേ ദൈവമക്കളെ, ദൈവം സൃഷ്ടിച്ച സകലത്തെയും ദൈവം എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് പോറ്റി പുലർത്തുന്നത്. നമ്മെയും അവൻ വളർത്തും, നമ്മെയും അവൻ പോറ്റി പുലർത്താതിരിക്കുമോ? അതുകൊണ്ട് ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. എന്നുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും, നിങ്ങൾ ക്രിസ്തുവിൽ വളരാനിടയായിത്തീരും. ക്രിസ്തു എന്ന തലയോളം വളരുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.